Hello, ladies and gentlemen. Welcome to Life of Shazam. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമ കണ്ടിരിക്കുകയാണ്. ഐഡൻറ്റിറ്റി എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ ടൊവിനോ തോമസ് ആണ് അഭിനയിച്ചിരിക്കുന്നത് ലീഡ് ക്യാരക്ടറായിട്ട്. നമ്മുടെ ട്രിഷ ഈ സിനിമയിലുണ്ട്. ഇറ്റ് വാസ് വെരി നൈസ് ടു സീ ഹെർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. വെൽക്കം വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. ഇതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ പേര് അനസ് ഖാൻ ആൻഡ് അഖിൽ പോൾ ആണ്. അവർ തന്നെയാണ് ഈ സാധനം എഴുതിയിരിക്കുന്നതും. തമിഴ്നാട്ടിലെ വില്ലനുണ്ട്, ഉന്നാലേ ഉന്നാലേ വിണ്ണാടിച്ചിണ്ടീനി, ആ പാട്ടൊക്കെ പാടി നടനായിട്ട് നടന്ന പയ്യനായിരുന്നു. അവസാനം കംബാക്ക് വന്നപ്പോൾ പുള്ളി കട്ട വില്ലനായി. അങ്ങനെ വന്നൊരു മനുഷ്യനാണ് പുള്ളിയുടെ പേരെന്തിനായിരുന്നടേ? സഞ്ജയ് ദത്ത. IMDb സഞ്ജയ് ദത്ത് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാസ്റ്റിൽ. സഞ്ജയ് ദത്തൊന്നും ഇല്ല കേട്ടോ. അവരെ മനസ്സിൽ സഞ്ജയ് ദത്തൊക്കെ വേണമെന്നുണ്ടായിരുന്നു തോന്നുന്നു. ഇത് മൊത്തം ശോകമാണല്ലോ. അർജുൻ സർജ ഏവനടാ ഇതൊക്കെ പടച്ച് വിടണത് ഊളകള്. ഏതൊക്കെ എഴുത്തമാർ എഡിറ്റ് ചെയ്യണത് കൊള്ളാം. എന്തിനാണെങ്കിലും മ്യൂസിക് ബൈ ജാക്സ് ബിജോയ് പൊള്ളിയായിരുന്നു ആസ് ഓൾവേസ്. ജയകണ്ണൻ വാസ് നെക്സ്റ്റ് ലെവൽ. എഡിറ്റിംഗ് ബൈ ചമൻ ചാക്കോ വാസ് വെരി നൈസ്. സിനിമാറ്റോഗ്രഫി അഖിൽ ജോർജ് എന്ന് പറയുന്ന പുള്ളിയാണ്. പുള്ളിയുടെ പ്രീവിയസ് വർക്ക് 2018 CBI 5, പ്രീസ്റ്റ്, ഫോറൻസിക്, ഇബ്ലീസ്. ഓക്കെ നല്ല അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനെ കൂട്ടെ. അപ്പോൾ നല്ല സിനിമാറ്റോഗ്രഫി അടിപൊളിയായിരുന്നു. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പു മാരായി, നിതിൻ മുരളീധരൻ. സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ഫീനിക്സ് പ്രഭു ആണ് സണ്ട് കോറിയോഗ്രാഫർ. ആക്ഷൻ ഡയറക്ടർ യാനിക് ബെൻ. ഏതോ സായിപ്പാണ് കേട്ടോ. അങ്ങനെയൊക്കെ സായിപ്പന്മാരൊക്കെ ഇമ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഫൈറ്റിന്. കൊള്ളാം. ഫൈറ്റ് സീക്വൻസസ് അത്യാവശ്യം അടിപൊളിയാണ്. എസ്പെഷ്യലി ഒരു കാർ ചേസ് സീക്വൻസ്, അവസാനത്തെ ഒരു ഫ്ലൈറ്റിനകത്തുള്ള ഒരു ഫൈറ്റ് വാസ് ആക്ച്വലി ഗുഡ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അടിപൊളിയായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആക്കി പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു പടം. ചുമ്മാ കണ്ടിരിക്കുക. ഒരു ത്രില്ലർ ജോണറിലോട്ടൊക്കെ പോകുന്ന ഒരു സാധനമാണ്. ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ള ഒരു സിനിമ. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു രേഖാചിത്രം വരയ്ക്കുന്ന പരിപാടിയും അതിൻ്റെയൊക്കെ ഒരു കൺഫ്യൂഷനും പുതിയ ഒരു പരിപാടിയും ഒക്കെ രസമായിരുന്നു. സെക്കൻഡ് ഹാഫ് കയറിയപ്പോൾ എന്തിനാണ് നടക്കണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എനിക്ക് പറയാനുള്ളത്. നോൺ ലീനിയറൊക്കെ ഒരു പരിധി വരെയൊക്കെ നോൺ ലീനിയറിൽ നിന്നും നോൺ ലീനിയറിലോട്ടൊക്കെ ചാടിപ്പോണ ഒരു സാധനമൊക്കെ കണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അതായത് 48 മണിക്കൂറിന് മുന്നേന്ന് കാണിക്കും, പിന്നെ വേറെന്തരോ കാണിക്കും, അത് കഴിഞ്ഞ് വില്ലൻ വേറെ എവിടെ നിൽക്കും, മറ്റേ നട അപ്പുറത്ത് നിൽക്കും, നട ഫ്ലൈറ്റിങ് കാണും. ഒന്നും മനസ്സിലായില്ല. എന്തായാലും കൊള്ളാം, ചുമ്മാ കണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. ഫസ്റ്റ് ഹാഫ് വാസ് നൈസ്. ഫസ്റ്റ് ഹാഫ് വാസ് വെരി ഗുഡ്. സെക്കൻഡ് ഹാഫ് ഒന്നും മനസ്സിലാവില്ല, അതാണ് വിഷയം. സെക്കൻഡ് ഹാഫിൽ കണ്ടിന്യൂറ്റിയും ആ ഒരു ഒഴുക്കിനൊക്കെ എന്തോ പറ്റിപ്പോയി. പേഴ്സണലായിട്ട് എനിക്കങ്ങനെ തോന്നി. But it was a good watch. Tovino was really good. Trisha was good. The villain was good. ഇതിൻ്റെ ഇടയിൽ കുറച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടികളുടെയൊക്കെ വീഡിയോ ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും ബ്ലാക്ക് മെയിലിങ്ങും, വിച്ച് ഇസ് റിയാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴത്തേക്കൊരു കാലഘട്ടത്തിൽ ലൈൻ അടിക്കുന്നവർ വരെ കൺസെൻറ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫോണ് എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ വിശ്വസിക്കരുത് കേട്ടോ. എന്ത് സംഭവിക്കാം. ഇതോട്ട് ഡ്രൈവിലോട്ട് ചിലപ്പോൾ ഇടും. അത് ഇടുന്നത് എങ്ങനെ വേണമെങ്കിലും ഏത് വഴി കൂടെ വേണമെങ്കിലും പോവാം. അതിൽ എന്തൊക്കെയോ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പ്ലീസ് ബി കെയർഫുൾ എന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വളരെ ശോകമായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. സോ ബി കെയർഫുൾ. അതൊക്കെ എന്തായാലും ഒരു ഓക്കെ പടോടെ ഒരു ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നത്തിങ് എക്സ്ട്രാ ഓർഡിനറി ഓർ എനിത്തിങ്. മേക്കിംഗ് വൈസ് പടം വേറെ ലെവലാണ്. വെരി നൈസ്. ടെക്നിക്കലി ഇറ്റ്സ് വെൽ മെയ്ഡ്. ബട്ട് പിന്നെ കുറേ കാര്യങ്ങൾ എനിക്കുണ്ട്. അതായത് ഇത്രയും വലിയ ഇൻറ്റീരിയറുള്ള ഒരു ഫ്ലൈറ്റ്, അതായത് ഒരു വിശാലമായ ഷോറൂമുള്ള ഒരു ഫ്ലൈറ്റൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതും പ്രൈവറ്റ് ജെറ്റ് കമ്പാരിറ്റീവ്ലി ചെറിയ ഇതാണ് ഹെഡ് സ്പേസ് ഒക്കെ. അങ്ങനെയൊക്കെയുള്ള ഇത്രയും വലിയ എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. ചിലപ്പം എനിക്ക് പ്രൈവറ്റ് ജെറ്റ് ഇല്ല, അതുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഹെഡ് സ്പേസ് ഒക്കെ കുറവാണെന്നാണ്. പിന്നെ ഫ്ലൈറ്റ് എല്ലാം കൂടെ അതിൻ്റെയൊക്കെ ഇത്തിരി ഇതായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും വൺ ടൈം വാച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഐഡൻറ്റിറ്റിയെ പറ്റി നിങ്ങൾ സിനിമ കണ്ടവരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ ഒന്ന് പറയാം. എനിക്കിതാണ് തോന്നിയത്. ഇതിപ്പോൾ സ്ട്രിക്ട്ലി എൻ്റെ അഭിപ്രായമാണ് ഗൈസ്. ദിസ് ഇസ് വാട്ട് ഐ ഫെൽറ്റ് അബൌട്ട് ദ മൂവി. മനസ്സിൽ വെച്ചിട്ട് താഴെ ഒന്ന് കമൻറ്റ് പറയാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.